ഗൈസ്, ഇന്റലിജൻസ് ടെസ്റ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? സോ സ്ക്രീനിങ്ങിന് തന്നെ നെക്സ്റ്റ് അടുത്ത് വരുന്ന ഒരു ടെസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ PPDT എന്നുള്ള ടെസ്റ്റ്. അതായത് എന്താണ്? പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ്, PPDT. സോ ഇതെന്താണ് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് വേറെ ഒന്നുമല്ല. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഒരു പടം കാണുന്നുണ്ടല്ലോ, ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രൊജക്ടർ ഉണ്ടായിരിക്കും. അതുപോലെ ആ പ്രൊജക്ടർ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പിക്ചർ അവരൊരു 30 സെക്കൻഡ് കാണിക്കും. ഇത്രയും ക്ലിയർ ആയിരിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ള പിക്ചർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ആൾ മാത്രമുള്ള പിക്ചർ ആയിരിക്കാം. ഡിപ്പെൻസ് കേട്ടോ. ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഈ ഒരു പിക്ചർ 30 സെക്കൻഡ് കാണിക്കും. നിങ്ങൾ ജസ്റ്റ് ആ 30 സെക്കൻഡ് അത് ക്ലോസിൽ ഒബ്സർവ് ചെയ്യുക. ദെൻ അവരത് ടേൺ ഓഫ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് സമയം കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റോറി എഴുതണം. ഇതിലെന്താ എത്ര ബുദ്ധിമുട്ട്, എന്താ പാട്, ഇതെന്ത് സംഭവം? ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യം. എന്തെങ്കിലും കുറച്ച് ഓച്ചടിച്ചെന്ന് വെച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ല. ഇതിനകത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, പിക്ചർ കാണിക്കുന്ന സമയത്ത് തന്നെ ക്ലോസ് ആയിട്ട് അത് ഒബ്സർവ് ചെയ്തിട്ട് സ്റ്റോറി എഴുതി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരത് പറഞ്ഞു തരും. ലൈക്ക് ഇതിനകത്തുള്ള ഒരു സെൻട്രൽ ക്യാരക്ടറിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആ ക്യാരക്ടർ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ ഏജ്, ജെൻഡർ, മൂഡ്, ഇത് 3 നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അതായത് ഏജ്, ഇപ്പോൾ ഈ ഒരു നമ്മുടെ സെൻട്രൽ ക്യാരക്ടറിന് എത്ര ഏജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ ജെൻഡർ, അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ദെൻ മൂഡ്, പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ, ഇങ്ങനെ 3 മൂഡാണുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ മൂഡ് എന്താണെന്നുള്ളത് നിങ്ങൾ അവിടെ ലേബൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റോറിക്ക് ഒരു ഹെഡ്ലൈൻ വേണം. ദെൻ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി എഴുതാം. അതിൻ്റെ ഒരു തുടക്കവും ഒടുക്കവും ഇടയ്ക്ക് ഒരു ബോഡിയും ഉണ്ടായിരിക്കണം. ഇതാണ് വേണ്ടത്. ഇപ്പം ഈ നിങ്ങൾ സ്ക്രീനിൽ കണ്ട ഈ ഒരു പിക്ചർ തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇത് നമുക്ക് എന്ത് സ്റ്റോറി ആണെങ്കിലും എഴുതാമല്ലേ? ഇപ്പോൾ ചില പിള്ളേർ എഴുതുമ്പോൾ എന്താണ്, ഒരാൾ വഴി കൂടെ പോവുകയായിരുന്നു, റോഡിൽ കൂടെ പോയപ്പോഴത്തേക്കും വഴി അറിഞ്ഞുകൂടാ. അപ്പോൾ വഴി ചോദിക്കാൻ വേണ്ടി സൈഡിൽ ഇറങ്ങി ആ ഒരു പാടത്ത് നിന്ന് ആൾക്കാരെടുത്ത് വഴി ചോദിച്ചപ്പം ആ പാടത്ത് നിന്ന് ആൾക്കാരൊക്കെ ഭയങ്കര ദയാലുക്കളായിരുന്നു. അവർ വഴി പറഞ്ഞു കൊടുത്തു. സോ ഇദ്ദേഹത്തിന് ഭയങ്കര സ്മൂത്തായിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട് പറ്റി ഒരു സ്റ്റോറി. എന്തെല്ലാം സ്റ്റോറീസ് എഴുതാം അല്ലേ? ഒരുപാട് സ്റ്റോറീസ് എഴുതാം. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ചോയ്സ് ആണ്, എന്ത് സ്റ്റോറീസ് ആണെങ്കിലും അവർക്ക് എഴുതാം. ബേസിക്കലി നിങ്ങൾ പോർട്രേറ്റ് ചെയ്യുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ റിഫ്ലക്ഷൻ ആയിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി നിങ്ങളുടെ ക്യാരക്ടർ തന്നെയായിരിക്കും റിവീൽ ചെയ്യുന്നത്. ഇതാണ് ശാസ്ത്രം പറയുന്നത്. സോ ബേസിക്കലി എപ്പോഴും പോസിറ്റീവ് മൂഡ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ജെൻഡർ എന്താണോ ആ ജെൻഡർ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. ദെൻ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എന്താണോ ആ ഏജ് ഗ്രൂപ്പിലുള്ള ഇത് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. എന്നും പറഞ്ഞ് പടമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്റ്റോറി ഒന്നും എഴുതി വയ്ക്കാൻ പാടില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർക്കാവണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എഴുതുന്ന സ്റ്റോറിയിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജ് കൺവേ ആവണം, നിങ്ങളുടെ ഒരു ക്വാളിറ്റി കൺവേ ആവണം. ഫോർ എക്സാമ്പിൾ, വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി കണ്ടിട്ടെ, ഇപ്പോൾ ഇദ്ദേഹം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. സോ വെക്കേഷൻ വന്ന സമയത്ത് നാട്ടിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റ് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലത്ത് നാട്ടിൽ ഗ്രാൻഡ് പേരൻസിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഗ്രാൻഡ് പേരൻസ് ആക്ച്വലി അവിടെ അവർ ഫാമേഴ്സ് ആണ്. സോ അവർ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇദ്ദേഹം അവരെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് കുശലങ്ങളൊക്കെ അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ എന്താ ചെയ്തതെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഫാർമേഴ്സും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് സ്ട്രഗിൾ ചെയ്താണ് ഫാമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം നോക്കുമ്പോഴത്തേക്കും അവർ ഭയങ്കര കൺവെൻഷനലായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കാർഷിക രീതികളാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ടെക്നിക്കലി അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ടെക്നോളജി ഉണ്ട്. അത്തരത്തിലുള്ള അഡ്വാൻസ്മെൻറ്റ്സും കാര്യങ്ങളും മോഡേൺ ടെക്നോളജീസൊക്കെ വേണമെങ്കിൽ കുറേ നമുക്ക് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഇദ്ദേഹത്തിന് തോന്നി. സോ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ നേതൃത്വത്തിൽ അപ്പൂപ്പനെയും കൂടെയുള്ള ആൾക്കാരെല്ലാം വിളിച്ചിരുത്തിയിട്ട് നമുക്ക് നിങ്ങളുടെ കൃഷിയെ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇത്തരത്തിലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യാം എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഒരു അവയർനെസ് കൊടുത്തു. പുള്ളിക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. പുള്ളിയുടെ പാർട്ടി ചെയ്ത് എന്നിട്ട് പുള്ളി തിരിച്ച് നാട്ടിലേക്ക് പോയി എന്ന് പറയും. ഓക്കെ, ഇവിടെ എന്താ നടന്നത്? ഇവിടെ കുറേ ക്വാളിറ്റീസ് ആ സ്റ്റോറിക്ക് അതോടെ കൺവേ ആയി. ശരിയല്ലേ? ഒന്ന് ഒബ്സർവേഷൻ. ഓക്കെ, പുള്ളി ഒബ്സർവ് ചെയ്തു അവിടെ എന്താണ് ശരിക്കുള്ള പ്രോബ്ലംസ്, കാര്യങ്ങൾ, അതൊക്കെ. കോർഡിനേഷൻ, അല്ലെങ്കിൽ ആൾക്കാർ അസംബിൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ ലീഡർഷിപ്പ് സ്കില്ല്, അവിടെ മെസ്സേജ് പാസ് ചെയ്യാൻ നോക്കുന്നത്. അദ്ദേഹത്തിന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അയാൾ പഠിച്ചിട്ടുള്ള നോളജ് മറ്റുള്ളവരുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഒരുപാട് തരത്തിലുള്ള ക്വാളിറ്റീസ് എന്താകുന്നുണ്ട് അവിടെ കൺവേ ആവുന്നുണ്ട്. അതിലൊരു നല്ല സ്റ്റോറി എന്ന് പറയുന്നത്, ആ ഒരു സ്റ്റോറി നല്ലൊരു മൂഡിലാണ് അവസാനിക്കുന്നത്, നല്ലൊരു പോസിറ്റീവ് നോട്ടിലാണ് അവസാനിക്കുന്നത്. ശരിയല്ലേ? സോ ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോറീസ് എഴുതാം.
ശരി, സ്റ്റോറീസ് എഴുതി കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റോറി എഴുതി തീർക്കാൻ പറ്റണമെന്നില്ല, അതിന് മുമ്പേ ടൈം കഴിയും. സോ നിങ്ങൾ നിങ്ങളുടെ സ്പീഡും നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സും എല്ലാം മാച്ച് ആവുന്ന രീതിയിൽ വേണം വർക്ക് ചെയ്യാനായിട്ട്. സോ അതിന് നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പം ഹോംവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, നിങ്ങൾ ഒരുപാട് സ്റ്റോറീസ് എഴുതി പഠിക്കേണ്ടതായിട്ട് വരും. അതിനൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഗൂഗിളിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഹോംവർക്ക് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ശേഷം അടുത്ത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, വൺസ് നിങ്ങൾ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ എല്ലാം അവർ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 200 പേരൊക്കെ എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് സ്ക്രീനിങ്ങിൻ്റെ സമയത്ത്, ഇതിനകത്ത് ഫ്രഷേഴ്സും കാണും റിപ്പീറ്റേഴ്സും കാണും. ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായി SSB ഇൻ്റർവ്യൂവിന് വരുന്ന ആൾക്കാരാണ്. റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവരിതിനു മുമ്പ് SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പരമാവധി ഈ ഫ്രഷേഴ്സിനെല്ലാം ഒരു ഗ്രൂപ്പിലാക്കാനും റിപ്പീറ്റേഴ്സിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പിലാക്കാനുമാണ് ഓഫീസേഴ്സ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഫ്രഷേഴ്സ് ഓരോരുത്തരും 15-20 പേരടങ്ങുന്ന പല പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. സെയിം റിപ്പീറ്റേഴ്സിനെ അങ്ങനെ തിരിക്കും. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനായിട്ട് വിളിക്കും, സെമി സർക്കിളിൽ ഇരുത്തും. നമ്മളെ ഫേസ് ചെയ്തുകൊണ്ട് കുറച്ച് ഓഫീസർമാരിയിരിക്കും. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എഴുതിയ പേപ്പറൊക്കെ നമുക്ക് തിരിച്ചു തരും. ആ സ്റ്റോറി എഴുതിയ പേപ്പർ വായിച്ചു നോക്കാനൊക്കെ പറഞ്ഞിട്ട് അവർ പറയും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് സമയമുണ്ട്. ചില കേസുകൾ വരുന്നത് ടൈം കുറയ്ക്കും കേട്ടോ, 40 സെക്കൻഡ് ആകും, 45 സെക്കൻഡ് ആകും. നിങ്ങൾ എഴുതിയ സ്റ്റോറീസ് നിങ്ങൾക്ക് പറയാം. 1 മിനിറ്റ് സമയമുണ്ട്, പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. ഒരാൾ പറഞ്ഞു തീർത്ത ഉടനെ അടുത്ത ആൾ പറയണം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാ ആൾക്കാരും അവരവരുടെ ഇൻഡിവിജ്വൽ സ്റ്റോറീസ് എന്ത് ചെയ്യും, പറഞ്ഞു തീരും. പറഞ്ഞു തീർന്ന ഉടനെ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും ഓരോരുത്തരും പറയുമ്പോൾ നമ്മൾ അവരുടെ സ്റ്റോറീസൊക്കെ കേൾക്കണം, അല്ലാതെ നമ്മുടെ സ്റ്റോറി ആലോചിച്ചുകൊണ്ടിരിക്കില്ല. അവരെന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കേൾക്കണം. ലിസണിങ് സ്കിൽ ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ചാൽ, വൺസ് എല്ലാവരും പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്ത് ഒരു കോമൺ സ്റ്റോറിയിൽ നമ്മൾ എത്തിച്ചേരണം എന്നുള്ളതാണ്. ആ കോമൺ സ്റ്റോറി ലാസ്റ്റ് ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയാൻ വേണം. മോസ്റ്റ് ഓഫ് ദ കേസസിൽ സംഭവിക്കുന്നത് ഗ്രൂപ്പിനകത്ത് ആദ്യത്തെ കുറച്ച് നേരം വൻ അടിയായിരിക്കും. എല്ലാവരും സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു ഫിഷ് മാർക്കറ്റ് പോലെ തന്നെ ആകും. പ്രത്യേകിച്ചും റിപ്പീറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ. ഫ്രഷേഴ്സിൻ്റെ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുറച്ചൊക്കെ സമാധാനം കാണും. എല്ലാവരും അവനവൻ്റെ പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വലിയ ബഹളവും. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഗ്രൂപ്പ് കുറച്ച് ആൾക്കാരുടെ കൺട്രോളിലാവും. അവർ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യും. പറയാൻ അതിനകത്ത് ഇപ്പോൾ ഓവറായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, വേറെ ആരും പറയണ്ട, അങ്ങനത്തെ മൈൻഡ് സെറ്റുള്ളവരൊക്കെ ഔട്ടാവും. ഗ്രൂപ്പിൽ തനിക്ക് പറയാനുള്ള കാര്യം പറയാൻ വേണം, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ആ ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, മറ്റുള്ളവരെ പറയാൻ ആയിട്ടുള്ളൊരു അവസരം കൊടുക്കണം. സോ ദാറ്റ് ഗൈ ഈസ് ഹാവിങ് എ വെരി വാലിഡ് പോയിന്റ്, ലെറ്റ്സ് ഹിയർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. സോ ലാസ്റ്റിൽ ഒരു കോമൺ കൺക്ലൂഷൻ ആയിട്ടുള്ളൊരു സ്റ്റോറി പറയാൻ വേണം. ഈ പല കേസസിലും ഇങ്ങനെ ഒരു കൺക്ലൂഷനിലോട്ട് എത്താറില്ല, ചിലപ്പോഴൊക്കെ എത്തും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഇറങ്ങി മാറും, അടുത്ത ഗ്രൂപ്പ് കയറും. സോ എന്നിട്ട് നമ്മളെല്ലാവരും പിന്നെ ഒന്നിച്ച് അസംബിൾ ചെയ്തിട്ട് ഇവർ റിസൾട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയ്ത ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെയും ഇപ്പോൾ ഈ ചെയ്ത സ്റ്റോറി റൈറ്റിംഗ് ആൻഡ് ഡിസ്കഷൻ ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെയും ബേസിസിൽ ഓക്കെ ഇത്ര ആൾക്കാർ, ഈ ആൾക്കാരാണ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും പേര് വിളിക്കും. അവർക്ക് പുതിയ ചെസ്റ്റ് നമ്പർ കിട്ടും. നമ്മൾ ആരും ഇവിടെ പേരിലല്ല അറിയപ്പെടുന്നത്, നമ്മൾ അറിയപ്പെടുന്നത് ചെസ്റ്റ് നമ്പേഴ്സിലാണ്. നമുക്ക് എപ്പോഴും ഒരു ചെസ്റ്റ് നമ്പർ ഇങ്ങനെ ധരിച്ചിരിക്കണം. സോ ആ ചെസ്റ്റ് നമ്പർ കിട്ടുന്ന പുതിയ ആൾക്കാർ, പുതിയ ചെസ്റ്റ് നമ്പർ കിട്ടുന്ന പുതിയ ആൾക്കാർ മാത്രം അവിടെ സ്റ്റേ ചെയ്യുകയും ബാക്കിയുള്ളവർക്കെല്ലാം നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകും. എങ്ങനെയുണ്ട്? സോ സ്ക്രീനിങ് ഇത്രയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനിയുള്ള ബാക്കിയുള്ള 4 ദിവസം എന്തൊക്കെയായിരിക്കും അതിനകത്ത് നടക്കുന്നത്? സോ അത് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾ കാണണം. ഉറപ്പായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ കമൻറ്റുകളായിട്ട്, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ഇട്ടോ. നമ്മളൊരു പുതിയ ചാനൽ, പുതിയ തുടക്കമാണ്, എനിക്കറിയാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു. ബൈ ബൈ.